നാട്ടിക ലോറി അപകടത്തിന് കാരണം മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സിന്റെ മൊഴി. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നുവെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു. നിലവിളി കേട്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും അലക്സിന്റെ നിർണായക മൊഴി. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇക്കാര്യം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. മദ്യലഹരിയിലാണ് ഈ അപകടം നടത്തിയത് എന്നുള്ളതും ഇപ്പോൾ മനഃപൂർവമായ നരഹത്യക്കാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ 20 സെക്കൻഡ് ഉറങ്ങിപ്പോയി, എന്തോ തട്ടുന്നതായി തോന്നിയപ്പോഴാണ് വണ്ടി നിർത്തി, ഉടൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് അലക്സിന്റെ മൊഴി. അപ്പോൾ ഇന്നലത്തെ സാധ്യതകളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് മൊഴിയും. ഇനിയിപ്പോൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ അടുത്ത നീക്കമെന്ന് പറഞ്ഞത് 2 ദിവസം അലക്സിന്റെയും ജോസിന്റെയും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ തന്നെ മനഃപൂർവ്വമായ നരഹത്യക്കടക്കം വകുപ്പുകൾ ചുമത്തി, റാഷ് ഡ്രൈവിംഗും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇതാണ് കോടതി റിമാൻഡിലേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതായത് മദ്യപിച്ചുണ്ടാക്കിയ ദുരന്തം എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പരാമർശിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലാണ് ഇപ്പോൾ ഈ മൊഴി നൽകിയ മൊഴിയിൽ ഈ പ്രതി തന്നെ കുറ്റം സമ്മതിക്കുന്നത്. താൻ മദ്യപിച്ചിരുന്നു, മദ്യലഹരിയിൽ കണ്ണടച്ചു പോയി, അതാണ് അപകടത്തിലേക്ക് നയിച്ചെന്ന് പറയുന്നു. ഒപ്പം തന്നെ പ്രതി പറയുന്നുണ്ട്, ഈ ശബ്ദങ്ങൾ കേട്ടപ്പോൾ, നിലവിളി കേട്ടപ്പോൾ താൻ രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി മുന്നോട്ട് എടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതി കൃത്യമായി കുറ്റം സമ്മതിച്ചു. ഇനി പോലീസിനടുത്ത് നീക്കം എവിടെ നിന്നും, അതായത് ഇവരെവിടെ നിന്നുമാണ് മദ്യപിച്ചത്, മാഹിയിൽ ഇറങ്ങി മദ്യം വാങ്ങിയതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ മദ്യപിച്ചതൊക്കെ എവിടെ നിന്നാണ്, എത്ര അളവിൽ മദ്യപിച്ചിട്ടുണ്ട്, വലിയ തോതിൽ, അതായത് പല ഘട്ടങ്ങളിൽ ഇറങ്ങി നിന്ന് മദ്യപിച്ചാണോ വാഹനം ഓടിച്ചു വന്നതെന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ആ വിഷയങ്ങളിലേക്കൊക്കെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയാണ് എന്തായാലും പോലീസ് 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഈ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു ദുരന്തത്തിന് സമാനമായ രീതി. അതായത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറുടെ തികച്ചും പൂർണ്ണമായ അശ്രദ്ധ തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തം, അല്ലെങ്കിൽ 5 പേരുടെ ജീവൻ പൊലിയുന്ന ദുരന്തത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. എന്തായാലും അതിദാരുണമായ സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് ഉടൻ തന്നെ ഇവരെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. സേഫു. ശരി അഖിൽ.